CNN കെമിസ്ട്രി ചാനലിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, ജലത്തിന്റെ പ്രതല ബലം, സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ? കേൾക്കാൻ വഴിയില്ല അല്ലെ? പുതിയൊരു വേർഡ് ആയിരിക്കാം സർഫസ് ടെൻഷൻ എന്ന് പറയും. Surface tension is the characteristic property of all liquids. എല്ലാ ദ്രാവകങ്ങൾക്കുമുള്ള ഒരു പ്രത്യേകതയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. എല്ലാ സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ എല്ലാ ദ്രാവകങ്ങൾക്കും ഒരേ സർഫസ് ടെൻഷൻ ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് കൂടുതൽ സർഫസ് ടെൻഷൻ ഉള്ളതുണ്ടാവും, സർഫസ് ടെൻഷൻ കുറവുള്ളതുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്? സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതലം അല്ലെ? ഏതൊരു ലിക്വിഡിനും ഒരു പ്രതലം ഉണ്ടായിരിക്കും. ആ പ്രതലത്തിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, വലിവ്, സ്ട്രെച്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ സ്ട്രെച്ചിങ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു വാട്ടറിന്റെ മോളിക്യൂൾസിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, നോക്കാം കേട്ടോ. അപ്പൊ ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് ഓരോ മോളിക്യൂൾസിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ മോളിക്യൂൾസ് പരസ്പരം അട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഉള്ളിലുള്ള ഒരു മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന്റെ സൈഡിലേക്കും മുകളിലേക്കും താഴത്തേക്കും ഒക്കെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ അട്രാക്റ്റഡ് ആയിരിക്കും. പക്ഷെ സർഫസിലുള്ള മോളിക്യൂളിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സർഫസിലുള്ളതിന് ഓൺലി ദേ ഹാവ് അട്രാക്ഷൻ ടു ദെയർ സൈഡ്സ്. അതുപോലെ തന്നെ ഇങ്ങോട്ടുണ്ടായിരിക്കും, താഴേക്കുണ്ടായിരിക്കും. മുകൾ ഭാഗത്തേക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇല്ലാത്തത് കൊണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ മുകളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബാലൻസ് അവിടെ തെറ്റില്ലേ? അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് സൈഡിലേക്ക് ഒരു സ്ട്രെച്ചിങ് അവിടെ വരുന്നു. ആ സ്ട്രെച്ചിങ് ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. The liquid surface behaves like a stretched membrane. This behavior causes surface tension. ആ ബിഹേവിയർ ആണ് നമുക്ക് സർഫസ് ടെൻഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ സർഫസ് ടെൻഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും അത് എങ്ങനെയാണ് നമ്മൾക്ക് അതിനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ കുളത്തിലൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഇൻസെക്റ്റുകളുണ്ട്, കുഞ്ഞു പ്രാണികളുണ്ട്. ആ പ്രാണികളെല്ലാം വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് നടക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് അവർക്ക് ഒരു എന്താ പറയാ വെയിറ്റ് ഒക്കെ കുറവായിരിക്കും, അത് വേറൊരു കാര്യം. പക്ഷേ ഈ ഒരു സ്ട്രെച്ചിങ് ഉള്ളത് കൊണ്ട് ഒരു പാട പോലെ, വലിയ മുറുക്കിയ ഒരു പാട പോലെ ആയിരിക്കും ആ സർഫസ് ഉണ്ടാവുക, വെള്ളത്തിന്റെ മുകൾ വശം ഉണ്ടാവുക. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ അവർക്ക് ഈസി ആയിട്ട് നടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൗളിൽ വെള്ളം എടുത്തുകൊണ്ട് അതിലേക്ക് നമ്മളൊരു ബ്ലേഡ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ബ്ലേഡ് അവിടെ പൊങ്ങിക്കിടക്കാൻ കാരണവും ഈ വാട്ടറിന്റെ ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി വേറൊരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലൂപ്പ്, നമ്മളൊരു റിങ് ഉണ്ടാക്കുന്നു, അതിനകത്തേക്ക് ഒരു നൂലിനെ നമ്മളിങ്ങനെ കെട്ടിവെക്കാം. അതിനുശേഷം ഈ റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സോപ്പ് സൊല്യൂഷനിലേക്ക് ഇറക്കാം. നമ്മൾ എന്താ പറയാ, ഉത്സവ പറമ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ഒരു സോപ്പ് പാടായിട്ടിട്ട് ഒരു ബബിൾ ഇങ്ങനെ ഊതി ഊതി നമ്മൾ ബബിൾസ് ഒക്കെ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതേപോലെ ആ ഒരു മെംബ്രെയിനിലൂടെ നമ്മൾക്ക് ഒരു തിൻ ലെയർ സോപ്പിന്റെ സൊല്യൂഷൻ നമ്മൾക്ക് എടുക്കാം. വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു തിൻ സൊല്യൂഷൻ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പൊ ഇവിടെ എ ആണ്, ഇവിടെ ബി ആണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പിൻ ഉപയോഗിച്ച് നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തെ സോപ്പ് ലെയർ മാറോ? ഇല്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ കുത്തുന്നത് എങ്കിൽ ഇവിടുത്തെ സോപ്പ് ലെയർ പൊട്ടിപ്പോകും, കാരണം അത്രയും തിന്നാണ്. അപ്പൊ നമ്മളവിടെ ഒരു സൂചി വെച്ച് കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെയർ നമ്മൾ പൊട്ടിപ്പോകും. പക്ഷെ ഇവിടെ ഇങ്ങനെ ലൂസായി കിടക്കുന്ന ഈ നൂലുണ്ടല്ലോ, ആ നൂല് എന്ത് ചെയ്യും? അത് ഒരു സൈഡിലേക്ക് മാറിയിട്ട് അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാനായിട്ട്, സോപ്പ് ലെയറിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്.
അപ്പോൾ വളരെ നേരത്തെ ഒരു ലെയറായിട്ട് അത് മാറി ഈ ലൂപ്പ് ഇവിടെ സിക്സാക്ക് ആയിട്ട് കിടന്നിരുന്നത് ഇവിടെ സ്ട്രെച്ച് ചെയ്ത പോലെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ടെൻഷന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യുക, ഏറ്റവും കുറയ്ക്കുക എന്നതാണ് സർഫസ് ടെൻഷന്റെ ലക്ഷ്യം. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ സർഫസ് ഏരിയ ഏറ്റവും കുറവായിരിക്കുക സ്പെറിക്കൽ ഷേപ്പിലായിരിക്കുമ്പോഴാണ്. അത് ഗോളാകൃതി പ്രാപിക്കുമ്പോഴാണ് ആ സർഫസിന് അതിന്റെ ഏരിയ ഏറ്റവും കുറവായിട്ട് ഉണ്ടാവുക. അപ്പൊ സർഫസ് ഏരിയ ഏറ്റവും കുറവ് ഏത് ഷേപ്പായിരിക്കും? സ്പെറിക്കൽ ഷേപ്പ് അല്ലെ, ഗോളാകൃതിയിലായിരിക്കും സർഫസ് ഏരിയ ഏറ്റവും കുറവുണ്ടാവുക. പ്രതല വിസ്തീർണം ഏറ്റവും കുറവുണ്ടാവുക സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഡ്യൂ ഡ്രോപ്സ് പറയാറുണ്ട് അല്ലേ, എന്താണ് ഡ്യൂ ഡ്രോപ്സ്? മഞ്ഞുതുള്ളികൾ. മഞ്ഞുതുള്ളികളുടെ ഷേപ്പ് എന്താണ്? അല്ലെങ്കിൽ നമ്മളൊരു വെള്ളം ഒരു ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ, ഇപ്പൊ നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് വട്ടത്തിലായിരിക്കും അതിന്റെ ഷേപ്പായിട്ട് വരുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ആ ഡ്യൂ ഡ്രോപ്സിനൊക്കെ ഈ സ്പെറിക്കൽ ഷേപ്പ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ സർഫസ് ഏരിയ ഏറ്റവും കുറയ്ക്കുന്ന രീതിയിലേക്കാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഡ്രോപ്ലെറ്റ്സ് എല്ലാം, വാട്ടർ ഡ്രോപ്സ് എന്ത് ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിലും അതിന് സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടാവാനായിട്ട് കാരണം. അപ്പൊ സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? അതിന്റെ സർഫസ് ഏരിയ ഏറ്റവും കുറവുണ്ടാകുന്നത് സ്പെറിക്കൽ ഷേപ്പിൽ ആയിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഡ്യൂ ഡ്രോപ്സ് എല്ലാം സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ സിക്സാക്ക് ആയിട്ട് ഇരുന്നിരുന്നു. ഒരു സൈഡ് പൊട്ടിച്ചപ്പോൾ അതിനെ ആ ഷേപ്പ് മാറ്റിയിട്ട് ഏറ്റവും കുറവ് ഉള്ള സർഫസ് ഉള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എങ്ങനെ നമ്മൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും? അപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ബൗളിനകത്ത് ബ്ലേഡ് വെക്കാം, ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് അത് അവിടെ പൊങ്ങി കിടക്കണേന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് സർഫസ് ടെൻഷൻ കുറയ്ക്കുക? സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ മതി. സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ടെൻഷൻ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ആ ബൗളിലേക്ക് നമ്മളൊരു സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ആ ബ്ലേഡ്, പൊങ്ങിക്കിടന്നിരുന്ന ബ്ലേഡ് പതിയെ താഴത്തേക്ക് മുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് സോപ്പ് സൊല്യൂഷൻ ഉപയോഗിക്കുക, ആഡ് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ പിന്നെ പഠിക്കാനുള്ളതാണ് സർഫസ് ഏരിയ ഏറ്റവും കുറവ് ഉണ്ടാവുന്നത് സ്പെറിക്കൽ ഷേപ്പിലായിരിക്കുമ്പോൾ ആയിരിക്കും. നമ്മൾ സർഫസ് ടെൻഷൻ്റെ ആ ബ്ലേഡ് വെച്ച് ഒന്ന് നോക്കാം കേട്ടോ. ബ്ലേഡ് പതിയെ വയ്ക്കാം. കണ്ട പൊങ്ങിക്കിടക്കണ കണ്ട. അപ്പോൾ സർഫസ് ടെൻഷൻ കാരണമാണ് ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണത്. സോപ്പ് സൊല്യൂഷൻ ഒഴിച്ച് നോക്കാം നമുക്ക് അതിൻ്റെ ഇത് കുറയുമോ എന്നറിയാനായിട്ട്. അത് താഴത്തേക്ക് പോണത് കാണാം നിങ്ങൾക്ക്. അത് പതിയെ പതിയെയാണ് പോണത്. ഇത് നമ്മൾ സർഫ് അങ്ങനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് വാഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സർഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് മുങ്ങണത് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ സ്ലോലിയാണ്. ഇത്രയും ഭാഗം മുങ്ങിയിട്ടുണ്ട് അതിനകത്ത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കമ്പോണൻസ് ഓഫ് വാട്ടർ. ജലത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? H2O ആണ് വാട്ടർ നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ. H2O ആണ് വാട്ടർ. അപ്പൊ H2O ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക? ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, ഓക്സിജൻ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ വാട്ടറിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താലും വാട്ടർ ഉണ്ടാവും. ഈ രണ്ട് പ്രോസസ്സുകളാണ് ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യുക. വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യുന്ന ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. വാട്ടറിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നു.
അതേപോലെ ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ ആയിട്ട് മാറുന്നു. ഈ രണ്ടും നമ്മളൊന്ന് നോക്കാം. അപ്പോൾ വാട്ടറിന്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് നമ്മൾ നടത്തുന്നത്. വൈദ്യുതിനെ കടത്തി വിട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്താറുള്ളത്. അപ്പൊ അങ്ങനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാറ്ററിയുമായിട്ട് ഇവിടെ ഒരു രണ്ട് ആണികൾ വെച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക, അതിലേക്ക് 2 ആണി വെക്കുക, അതിനെ ഒരു വയർ ഉപയോഗിച്ച് രണ്ട് ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു സെല്ലിലേക്കോ നമ്മളതിനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയത്തിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് എയർ ബബിൾസ് കാണാൻ സാധിക്കും. ഗ്യാസുകൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ ഈ ടെസ്റ്റ് ട്യൂബുകൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കുറച്ച് സമയം കഴിയുമ്പോൾ 2 ടെസ്റ്റ് ട്യൂബിനകത്തേക്കും എയർ ബബിൾസ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ ഒരു ഡീകമ്പോസിഷൻ നടന്ന് ഏതോ ഗ്യാസുകൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് ഗ്യാസാണെന്നൊന്നും നമുക്കറിയില്ല അല്ലെ. അപ്പൊ ഗ്യാസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മൾക്ക് കാണാനുള്ളത് ഇതിനകത്തുള്ള വേക്കൻറ്റ് സ്പേസ് എന്ന് വെച്ചാൽ ഗ്യാസ്. ആ വേക്കൻറ്റ് സ്പേസ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ടെസ്റ്റ് ട്യൂബ് ഈ സെല്ലിന്റെ പോസിറ്റീവുമായി കണക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബ്, ആ ആണീനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെസ്റ്റ് ട്യൂബില് വേക്കൻറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഈ മറ്റ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തതിന്റെ പകുതി വേക്കൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഗ്യാസേ ഫോം ചെയ്തിട്ടുള്ളൂ, ഇതിന്റെ ഇരട്ടി ഗ്യാസ് ഇപ്പുറത്തേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആണിയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലെ വേക്കൻറ്റ് സ്പേസ് അപ്പുറത്തേതിനേക്കാൾ ഇരട്ടിയായിരിക്കും. എന്ന് വെച്ചാൽ ഈ പോസിറ്റീവില് കണക്ട് ചെയ്തിരിക്കുന്ന ഗ്യാസിനേക്കാൾ ഇരട്ടി ഗ്യാസ് ഇപ്പുറത്ത് ടെസ്റ്റ് ട്യൂബിനകത്ത് ഉണ്ട്. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തതിലേക്ക് ഹൈഡ്രജനും പോസിറ്റീവ് ആയിട്ടുള്ളതിലേക്ക് എന്തായിരിക്കും ഓക്സിജനുമാണ്. നമ്മൾക്ക് വാട്ടറിന്റെ ഇക്വേഷൻ H2O ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്ന് പറഞ്ഞു. ഇവിടെ ഓയുടെ അടിയിലൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? ഒയ്യാന്നാണോ? അല്ല, ഒരെണ്ണുണ്ട് അല്ലേ. അപ്പോ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ, ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 2:1 എന്നതാണ്. എന്ന് വെച്ചാൽ ഒരു വാട്ടർ മോളിക്യൂള് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജന് വേണ്ട സ്പേസ് വേണം. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവിൽ നിന്നുള്ളതിന്റെ ഇരട്ടി സ്പേസ് ഇപ്പത്തെ ഉണ്ടാവും എന്ന് പറയാൻ കാരണം. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? അപ്പൊ വാട്ടറില് എപ്പോഴും ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ആയിരിക്കും. അപ്പൊ ഹോഫ്മാൻസ് വോൾട്ടാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് ശരിക്കും ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ടാണ് ഇത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചത്. ഓക്കെ, അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി വെറുതെ ഒരു ഗ്യാസ് ഫോം ചെയ്തു അല്ലെങ്കിൽ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് കൂടുതൽ ഉണ്ടായി എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഹൈഡ്രജൻ ആണെന്നോ മറ്റേത് ഓക്സിജൻ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് തെളിയിക്കണം. അപ്പോ ഓക്സിജൻ എടുത്ത് എഴുതുകയാണെങ്കിൽ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ ഐഡന്റിഫൈ ചെയ്യാറുള്ളത്? ആ ഗ്യാസിലേക്ക് ഒരു ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് ആണ് കാണിക്കുന്നത് എങ്കിൽ, എരിയുന്ന ചന്ദനത്തിരി, കത്തുന്നതല്ല, എരിയുന്ന ചന്ദനത്തിരി ആണ് കാണിക്കുന്നത് എങ്കിൽ അത് അത് ബേൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കത്താൻ തുടങ്ങിയാൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം? ഓക്സിജൻ ആണ് എന്ന് പറയാം. കാരണം ഓക്സിജൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ബേൺ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പൊ അതുകൊണ്ട് എരിയുന്ന ചന്ദനത്തിരി, ഗ്ലോ ചെയ്യുന്ന ഇൻസെൻസ് സ്റ്റിക്ക് ആണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ബേണിംഗ്, അത് കത്താനായിട്ട് തുടങ്ങുന്നു.
ഇനി ഹൈഡ്രജനിലേക്കാണെന്നുണ്ടെങ്കിലോ ബേൺ ചെയ്ത ഇൻസെൻസ് സ്റ്റിക്ക് ആണ് നമ്മൾ കാണിക്കുന്നത്. കത്തുന്ന ചന്ദനത്തിരിയാണ് കാണിക്കുന്നത് എങ്കിൽ ആ ചന്ദനത്തിരി അവിടെ കെടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ അവിടെ തീ കെടുത്താൻ ഉപയോഗിക്കുന്നു അല്ലെ. അത് സ്വയം കത്തുന്നതാണ് ഹൈഡ്രജൻ, സ്വയം കത്തുന്ന ഗ്യാസ് ആണ് ഹൈഡ്രജൻ. പക്ഷെ വേറൊരു തീ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് അതിനവിടെ കെടുത്തും. ഒരു പോപ്പ് ശബ്ദത്തോടു കൂടി ആ ചന്ദനത്തിരി കെടും. ഓക്കെ, അപ്പൊ ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് കേട്ടോ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഐഡന്റിഫിക്കേഷൻ നമ്മൾ പറയാറുള്ളത്. ഇനി ഈ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തത് പറയണം അല്ലേ. അപ്പൊ അങ്ങനെ കമ്പൈൻ ചെയ്തത് പറയണമെങ്കിൽ ഹൈഡ്രജനെ നമ്മൾ ഉണ്ടാക്കണം. ഹൈഡ്രജനെ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കും HCl നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് എന്ന് പറയുന്ന മെറ്റലും ലോഹവും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് കിട്ടിയ. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസിന് ഡെൻസിറ്റി കുറവായതിനാൽ അതെന്ത് ചെയ്യുന്നു, അത് മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് HCl എടുക്കുക, അതിലേക്ക് സിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ മറ്റൊരു ടെസ്റ്റ് ട്യൂബ് കമഴ്ത്തി വെക്കുക. അങ്ങനെ കമഴ്ത്തി വെക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നത് മുകളിലത്തെ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് വീണ്ടും നമ്മൾ പണ്ടത്തെ എക്സ്പെരിമെന്റ് തന്നെ ചെയ്ത് നോക്കാം. എന്താണ് പണ്ടത്തെ എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞത്, ഹൈഡ്രജന്റെ ഒരു ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് കൊണ്ടു ചെല്ലുക. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു പോപ്പ് ശബ്ദത്തോട് കൂടിയിട്ട് പോപ്പ് ശബ്ദം നമ്മൾക്ക് കേൾക്കാം. അപ്പൊ ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടുകൂടി അത് തീ കെട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളില് വെള്ളത്തിന്റെ തുള്ളികൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കത്തണമെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ. പിന്നെ നമ്മള് ഓപ്പൺ എയറിലാണ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ കണ്ടീഷനിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എല്ലാം എന്തുണ്ടായിരിക്കും, ഓക്സിജൻ ഉണ്ടായിരിക്കും. അപ്പൊ ഓക്സിജന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അത് കത്തിയ സമയത്ത് അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ ആയിട്ട് മാറുന്നു. അപ്പൊ അതാണ് അവിടെ എന്തായിട്ട് മാറിയത്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാനായിട്ട് മാറി. ഓക്കെ.